My dear students, ഇത് നമ്പർ പസിൽസിന്റെ മൂന്നാമത്തെ വീഡിയോ ക്ലാസ് ആണ്. ഞാനിവിടെ 3 ഫിഗർ 3 സ്റ്റാർ വരുന്നുണ്ട്. അത് കുറെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും നോക്കി നമുക്ക് ആ ഒരു ഏതാണ് ഓപ്പറേഷൻ, ഏത് റൂളാണ് അപ്ലൈ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് അതിൽ കൊടുക്കുമ്പോൾ മനസ്സിലായി അല്ലേ? ഈ തന്നിരിക്കുന്ന 4 ഏതെങ്കിലും ഒന്നാണ് ആൻസർ. ഇവർ തമ്മിൽ എന്തുണ്ട് റിലേഷൻ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത്ര സിമ്പിൾ അല്ല. നമ്മൾ നേരത്തെ ആദ്യത്തേതാണ് 4 സ്പേസ് വരുന്നതാണ് ചെയ്തത്. രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സിൽ 5 സ്പേസ് വരുന്നത്. ഇതിലോ എത്ര സ്പേസ് ഉണ്ടെന്ന് നോക്കൂ, 6 സ്പേസ് ആണ് അല്ലേ? 6 പൊസിഷനാണ്, 6 സ്പേസ് ആണ്. വീഡിയോ 1 4 സ്പേസ് ഉള്ളത്, വീഡിയോ 2 രണ്ടാമത്തെ വീഡിയോയിൽ 5 സ്പേസ് ഉള്ളത്, മൂന്നാമത്തെ വീഡിയോയിൽ 6 സ്പേസ് ഉള്ളതാണ് പറയുന്നത്. ഇതില് അഡിഷൻ വരും, സബ്ട്രാക്ഷൻ വരും, സ്ക്വയറും വരും. എനിക്കൊരു ആൻസർ കിട്ടും. അതൊന്ന് ആലോചിച്ച് നോക്കാം. ആലോചിച്ച് നോക്കൂ. ഒരു മിനിറ്റ് സമയം തരാം. 1 മിനിറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാണുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൻസർ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കൂ. 1 മിനിറ്റ് സമയം തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 10 സെക്കൻഡായി. ഇനി 50 സെക്കൻഡ് കൂടി. ഞാൻ പറഞ്ഞെന്താ, സ്ക്വയർ ഉണ്ടാവും, ഡിഫറൻസ് സം. ഈ 3 ഓപ്പറേഷൻ ക്യൂബ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അതുകൂടെ ഹിന്റ് തരാണ്. ഹിന്റ് തന്നാലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നു. എന്തൊക്കെ പോകണമെന്ന് മനസ്സിലായി. സ്ക്വയർ ചെയ്യേണ്ടി വരും, ക്യൂബ് ചെയ്യേണ്ടി വരും, പിന്നെ അഡിഷൻ സബ്ട്രാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കൂ. ഒരു മിനിറ്റായി. എക്സാമിനേഷൻ അതിൽ കൂടുതൽ കിട്ടത്തില്ല. ആർക്കെങ്കിലും കിട്ടിയോ നോക്കുക. ഞാൻ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. 7 - 5 അതിന്റെ സ്ക്വയർ എടുക്കുന്നു. ഇവർ തമ്മിലുള്ള അടുത്ത് ഇവർ തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർ എടുക്കുന്നു. എന്തായി? 7 - 5 2 സ്ക്വയർ 4. ഇത് 4 + 1 5 ആയി. ഒരു 5 1 കുറച്ചാലേ 4 കിട്ടുന്നത്. -1 എന്ന് തോന്നാം. അപ്പോ 7 - 5 2 സ്ക്വയർ 4 പ്ലസ് 3 - 2 1 സ്ക്വയർ 1 -1 4 കിട്ടും എന്ന് തോന്നാം. അടുത്തതിൽ അങ്ങനെ കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയാൽ മതിയല്ലോ അല്ലേ? ഇത് നമ്മുടെ ഡിഫറൻസ് ആകുമ്പോൾ എന്താണ്? 8 - 5 സ്ക്വയർ പ്ലസ് 4 - 1. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എത്രയേ ഉള്ളൂ. പൊസിഷൻ അങ്ങോട്ട് കൊണ്ട് മാറാം. സ്ക്വയർ -2 എഴുതിയാൽ കിട്ടുമോ? 8 - 5 എത്ര? 3. 3 സ്ക്വയർ 9. ഇവിടെ 3 സ്ക്വയർ 9. 9 18. 18 2 കുറച്ച് 16 ആയി പോയി അല്ലല്ലോ. ഈ 2ന്റെ ക്യൂബ് എടുത്താൽ പോലെ 18 ആകും. 10 കിട്ടുമല്ലോ അല്ലേ? ഇത് എത്രയായി? 9. ഇത് 9 ആയി. 9 18 18 8 10 കിട്ടും. ഇവിടെ ഇതിൽ ക്യൂബ് ക്യൂബ് 1 ആണ്. ഇവിടെ ഇടിയാവും. അതുകൊണ്ട് നമ്മുടെ ക്യൂബ് കൂടെ വരും. നല്ല ശരിയാവുള്ളൂ. അപ്പോൾ ഇതിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ മൈനസ് ഇതിന്റെ ക്യൂബാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്ക്വയർ ചെയ്യേണ്ടി വരും, ക്യൂബ് ചെയ്യേണ്ടി വരും, പിന്നെ അഡിഷൻ സബ്ട്രാക്ഷൻ. സാറ്റിസ്ഫൈ അല്ല. അപ്പോൾ അതിനതുപോലെ എടുത്താൽ മതി. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 9 - 2 സ്ക്വയർ പ്ലസ് അടുത്ത 5 - 1 സ്ക്വയർ മൈനസ് എന്താ 3 ക്യൂബ് അല്ലേ? ആ ടേമിന്റെ ക്യൂബ് അല്ലേ? അപ്പൊ ഇത് 7 സ്ക്വയർ 49 4 സ്ക്വയർ 16 - 27.
നമുക്ക് രണ്ടും കൂടെ എത്ര 65. 65 വന്ന് 27 പറഞ്ഞത് 38 അല്ലേ? So the answer is 38. മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ മെത്തേഡ്. ഓരോന്നിനും ഓരോ മെത്തേഡ് വരും, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് വേറെ ദിവസം നോക്കാം. ആലോചിച്ച് നമുക്ക് 1 മിനിറ്റ് തരാം, 1 മിനിറ്റ് തരാം. ഹിന്റ് വേണോ? അഡിഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. സ്ക്വയർ ക്യൂബ് ഒന്നും വരില്ല. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അവരിന്റെ കഴിഞ്ഞു. ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ തന്നെ പറയാം. ഇവർ നമ്മുടെ ഡിഫറൻസ് എടുക്കുന്നത് 7 - 4. ഇതിനെ 2 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. കുറെ നമ്മൾ ഇതിനെ ആലോചിച്ച് എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ നോക്കാം, പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാം. ഞാൻ ഇതിനെ 3 കൊണ്ട് ഇൻഡ് ചെയ്തിട്ട് ഇതിന്റെ ഡിഫറൻസ് എടുക്കുന്നു. മൈനസ് ഇതിനെ 4 കൊണ്ട് ഇൻഡ് ചെയ്യും. ഇതിന്റെ ഡിഫറൻസിനെ 2 കൊണ്ട് ഇൻഡ് ചെയ്തു, പ്ലസ് ഇതിന്റെ ഡിഫറൻസിനെ 3 കൊണ്ട് ഇൻഡ് ചെയ്തു, മൈനസ് ഇതിനെ 4 കൊണ്ട് ഇൻഡ് ചെയ്തു. കിട്ടുമോ നോക്കാം. 7 - 4 3 3 × 2 6. ഇത് 3 3 × 3 9 മൈനസ് 12. കിട്ടുമോ? 9 × 6 15 15 12 3. ഇതില് ശരിയായി. ഇനി ഇതിലും സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. ഇതിന്റെ ഡിഫറൻസ് ഇപ്പൊ 2 × 10 - 7 പ്ലസ് 3 × 9 - 5 മൈനസ് 4 × 4. 2 3 4 എന്നല്ലേ? 3 അല്ലേ? 3 × 2 6, 4 × 3 12 മൈനസ് 16. 12 6 18 18 2. എന്താ കിട്ടിയല്ലോ? ഇത് രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്ത്. ഇത് തന്നെയാണ് കോമൺ റൂൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരണം. ഇതിന്റെ ഡിഫറൻസ് 2 × 12 - 5. ഇതിന്റെ ഡിഫറൻസിന് 2 ഉണ്ട്. ഇതിന്റെ ഡിഫറൻസ് 8 - 3. ഇതിന്റെ ഡിഫറൻസിന് എത്രയുണ്ട്? 3 ഉണ്ട്. അങ്ങനെയല്ലേ? അടുത്ത മൈനസ് ഇതിന് 4 ഉണ്ട്. 12 - 5 7 7 × 2 14. ഇവിടെ 5 5 × 3 15 മൈനസ് 10. രണ്ടും കൂടി 29. 29 മൈനസ് 20 9. So 9 stands. ഇതൊക്കെ തോന്നൂലല്ലേ? പക്ഷേ എക്സാമിനേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളത് വരാറുണ്ട്. നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ഡിഫറൻസിനെ 2 കൊണ്ട് ഇൻഡ് ചെയ്തു, പ്ലസ് ഇതിന്റെ ഡിഫറൻസിനെ 3 കൊണ്ട് ഇൻഡ് ചെയ്തു, മൈനസ് ഇതിന്റെ 4 കൊണ്ട് ഇൻഡ് ചെയ്തു. അതാണ് മിഡിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 5 4 7 16 3 7 8 3 11 9 5 4 3 6 question mark
2, 5, 4. The answer is 25, 16, 36, 9. ഇതിൽ ഏതോ ഒന്നാണ് ശരി ഉത്തരം. ഇത് 7 ആണ്. ഒന്ന് ട്രൈ ചെയ്തേ, 1 മിനിറ്റ് തരാം. ആർക്കെങ്കിലും കിട്ടുമോ നോക്കൂ. ഇത് 2, 7. ഒരു മിനിറ്റ് ഒക്കെ കഴിയും. 1.25 മിനിറ്റ്. ആർക്കെങ്കിലും കിട്ടിയോ? ഇതിൽ അഡിഷനും സബ്ട്രാക്ഷനും വരും. അഡിഷൻ വരും, സബ്ട്രാക്ഷൻ വരും, പിന്നെ സ്ക്വയറും കൂടെ വേണ്ടി വരും. അഡിഷൻ, സബ്ട്രാക്ഷൻ, സ്ക്വയറിങ്, ഈ 3 കാര്യങ്ങൾ സംഭവിക്കും. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? നമുക്ക് ഈ ട്രയാങ്കുലർ ഷേപ്പില്ലേ, അവിടെ വരുന്ന ഈ 3 ലെറ്റേഴ്സ് എടുക്കുന്നു. 5 + 3 + 7. 5 + 3 + 7. മനസ്സിലായോ? മൈനസ് ഇനി വരുന്ന ഇത് രണ്ടും 4 + 7. ഇതിന്റെ ആൻസർ എന്ത് വരും? 5, 3, 8, 7, 15, 15 വരും. ഇതോ 7, 4, 11. അല്ലേ? അപ്പൊ റെഡി ആൻസർ 4. 4 കിട്ടി. പക്ഷെ അതിന്റെ സ്ക്വയർ ആണ്. 4 കിട്ടിയിട്ട് അതിന്റെ സ്ക്വയർ എടുത്താണ് നടുക്കുള്ളളം കിട്ടും. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് 3 കൂടെ പ്ലസ് ചെയ്തു, ഇത് 2 കൂടെ പ്ലസ് ചെയ്തു, മൈനസ് ചെയ്തു. അല്ലെങ്കിൽ രണ്ടും ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് ഇത് മൈനസ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് 3 കൂടെ പ്ലസ് ചെയ്തു, ഇത് 2 കൂടെ പ്ലസ് ചെയ്തു. അതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ എടുത്തു. അതേ രീതിയിൽ നോക്കാം. ഇവിടെ 5 + 8 + 4 അല്ലേ? ഇത് 3 കൂടി മൈനസ് 3 + 11 അല്ലേ? 8, 5, 13, 4, 17. 17 മൈനസ് 14 അല്ലേ? 8, 3 അതിന്റെ സ്ക്വയർ എടുക്കുക. കറക്റ്റാ. രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അതേ മെത്തേഡ് അപ്ലൈ ചെയ്യാം. എങ്ങനെ ഉണ്ടാവും? 3 + 5 + 4 അല്ലേ? അടുത്തത് രണ്ടും കൂടെ 6 + 2 ആണ്. 6 + 2. 5, 3, 8, 4, 12 മൈനസ് 6 + 2 8. ആൻസർ എത്രയായി? 4 അല്ലേ? 12 8 4. അതിന്റെ എന്ത് വേണം? സ്ക്വയർ. സോ ദ ആൻസർ ഈസ് 16. ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ എന്തായാലും സ്ക്വയർ ചെയ്തെന്ന് തോന്നാം അല്ലേ? കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. മനസ്സിലായോ?